കേരളം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ വലിയ പ്രഖ്യാപനം ഒടുവിൽ വന്നിരിക്കുകയാണ്. ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും ചർച്ചകൾക്കും വിരാമമിട്ടുകൊണ്ട് ഹൈക്കമാൻഡ് ആ പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. Based on all these discussions, it has been decided that Shri V.D. Satheeshan be appointed as the leader of the CLP. അതെ, V.D. സതീശൻ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി. ഒരു പതിറ്റാണ്ട് നീണ്ട ഇടത് ഭരണത്തിന് അന്ത്യം കുറിച്ച് UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമ്പോൾ ആ വിജയത്തിൻ്റെ അമരക്കാരൻ തന്നെ സംസ്ഥാനത്തിൻ്റെ സാരഥിയായി എത്തുകയാണ്. 140 അംഗ നിയമസഭയിൽ 102 സീറ്റുകൾ എന്ന കരുത്തറ്റ ഭൂരിപക്ഷവുമായാണ് UDF ഇത്തവണ തിരിച്ചു വരുന്നത്. ഭരണവിരുദ്ധ തരംഗവും സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ V.D. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പോരാട്ട വീര്യം ജനങ്ങൾ അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ വിജയം. എന്നാൽ ഫലം വന്ന് 10 ദിവസത്തോളം നീണ്ട സസ്പെൻസിനാണ് ഇപ്പോൾ തിരശ്ശീല വീണിരിക്കുന്നത്. എന്തുകൊണ്ടാണ് V.D. സതീശൻ? ഉത്തരം ലളിതമാണ്. കഴിഞ്ഞ 5 വർഷം നിയമസഭയ്ക്കുള്ളിലും പുറത്തും സർക്കാരിനെ കൃത്യമായ കണക്കുകളും തെളിവുകളും വെച്ച് പ്രതിരോധത്തിലാക്കിയതിൽ സതീശൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾക്കിടയിൽ നിന്ന് സതീശനെ തന്നെ ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തത് ഒരു തലമുറ മാറ്റത്തിൻ്റെ സൂചന കൂടിയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഒരു പുതിയ അധ്യായം കുറിക്കപ്പെടുകയാണ്. V.D. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ അത് കേവലം ഒരു പാർട്ടി തീരുമാനമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് വരുന്ന കേരളീയരുടെ കൃത്യമായ ജനവിധിയുടെ പ്രതിഫലനമാണ്. മാറ്റം ആഗ്രഹിച്ച ഒരു ജനത ആ മാറ്റത്തിൻ്റെ മുഖമായി സതീശനെ എങ്ങനെ കണ്ടു? ഈ വിജയത്തിൻ്റെ പിന്നിൽ ജനകീയ പങ്കാളിത്തം എത്രത്തോളമുണ്ട് നമുക്ക് പരിശോധിക്കാം. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒരു കാര്യം വ്യക്തമായിരുന്നു. ഇതൊരു നിശബ്ദ വിപ്ലവമായിരുന്നു. വികസനത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും മലയാളിക്കുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണ് ഈ 102 സീറ്റുകളിലൂടെ പ്രതിഫലിച്ചത്. അഴിമതിക്കും സ്വേച്ഛാധിപത്യത്തിനുമെതിരെ ജനങ്ങൾ നൽകിയ ശക്തമായ താക്കീതായിരുന്നു ഈ വോട്ട്. ഓരോ വോട്ടർക്കും പറയാനുണ്ടായിരുന്നത് ഒരേ ഒരു കാര്യം മാത്രം: നമുക്ക് സുതാര്യമായ മറുപടി പറയുന്ന ഒരു ഭരണകൂടം വേണം. കഴിഞ്ഞ 5 വർഷം സഭയ്ക്കുള്ളിൽ V.D. സതീശൻ നടത്തിയ പോരാട്ടങ്ങൾ ജനങ്ങൾ തത്സമയം കണ്ടതാണ്. സാധാരണക്കാരൻ്റെ ആകുലതകൾ കൃത്യമായ കണക്കുകൾ സഹിതം അദ്ദേഹം സഭയിൽ അവതരിപ്പിച്ചപ്പോൾ പുറത്ത് ജനങ്ങൾ അത് തങ്ങളുടെ സ്വന്തം ശബ്ദമായി ഏറ്റെടുത്തു. ജനകീയ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച ഒരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ മുൻകൂട്ടി തന്നെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുന്നു എന്നതാണ് വാസ്തവം. ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ ഹൈക്കമാൻഡ് സതീശനെ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ വലിയൊരു ഘടകം പബ്ലിക് സെൻറ്റിമെൻ്റ് ആയിരുന്നു. കേരളത്തിലെ യുവാക്കളും മധ്യവർഗവും മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു. ജനങ്ങളുടെ പൾസ് അറിഞ്ഞുകൊണ്ടുള്ള ഈ തീരുമാനം ജനാധിപത്യം താഴെത്തട്ടിൽ നിന്ന് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ജനങ്ങളാണ് അദ്ദേഹത്തെ ഈ കസേരയിലെത്തിച്ച്. അതുകൊണ്ട് തന്നെ വെല്ലുവിളികളും വലുതാണ്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക, ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുക, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ജനകീയ ഭരണം കാഴ്ചവെക്കുക, ഇവയായിരിക്കും പുതിയ മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ള അഗ്നിപരീക്ഷകൾ. V.D. സതീശൻ്റെ ഭരണത്തിന് കീഴിൽ കേരളത്തിൽ എന്ത് മാറ്റങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.